യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചവരായി നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൽ കടന്നു വന്ന് പുതു മനുഷ്യനെ പ്രാപിച്ചതിന് ശേഷം നമ്മളുടെ ജീവിത ശൈലി എപ്രകാരമായിരിക്കണം. ധാരാളം ഉപദേശങ്ങൾ എഫേസ്യ ലേഖനം 4 അധ്യായം 25 മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് നമ്മളുടെ സംസാരത്തെക്കുറിച്ചാണ്. നമ്മുടെ സംസാരം നമ്മൾ ആരാണെന്നുള്ള വളരെ വ്യക്തമായ സൂചന മറ്റുള്ളവർക്ക് കൊടുക്കും. പക്ഷേ നമ്മളുടെ ഉദ്ദേശം എന്തായിരിക്കണം എന്നുള്ളത് ദൈവവചനത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. മറ്റുള്ളവരുടെ ആത്മീക വർധനവിന് വേണ്ടി മറ്റുള്ളവർക്ക് കൃപ ലഭിക്കുവാൻ ആകാത്തതൊന്നും നമ്മുടെ നാവിൽ നിന്ന് വരരുത് എന്നു മാത്രമല്ല, ന്യായവിധി ദിവസത്തിൽ നമ്മൾ പറയുന്ന ഏതു നിസ്സാര വാക്കിനും നാം വില കൊടുക്കേണ്ടതായിട്ട് വരും. അന്ന് ദൈവം നമ്മളോട് കണക്ക് തീർക്കും എന്ന് മാത്രമല്ല, അത് പറഞ്ഞതായ യേശുക്രിസ്തു തന്നെയാണ് ന്യായാധിപനായി ആ ജഡ്ജ്മെന്റ് സീറ്റിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ഭയത്തോടെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി നമ്മൾ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മെ സഹായിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, വിജയപ്രദമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ ഒറ്റയ്ക്ക് ഒരാൾക്കും കഴിയത്തില്ല. ഒരാളുടെ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ആ ആളുടെ പരിശ്രമമല്ല, മറിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്താലാണ് ഓരോ വ്യക്തിയും അപ്രകാരമുള്ള ആത്മീകമായ വളർച്ചയിലേക്ക് നീങ്ങുന്നത്. ഒരു വ്യക്തി ആത്മീയമായി പ്രയോജനപ്പെടുന്നത് കാണുമ്പോൾ, ഒരു ശുശ്രൂഷകൻ ആത്മീയമായി ശുശ്രൂഷയിൽ അദ്ദേഹം നന്നായിരിക്കുന്നത് കാണുമ്പോൾ, ഒരിക്കലും നമ്മൾ ആ വ്യക്തിക്കല്ല മഹത്വം കൊടുക്കേണ്ടത്. ആ വ്യക്തി ഒരിക്കലും ഒരു അസാധാരണ വ്യക്തിയായിട്ട് മാറുന്നുമില്ല. ഏലിയാവിനെ കുറിച്ച് യാക്കോബ് പുസ്തകം പറയുന്നത് എന്താ? നമ്മളെപ്പോലെ തന്നെ സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഏലിയാവ്. പക്ഷേ മഴ പെയ്യാതെ വണ്ണം ആകാശത്തെ അടച്ചവനാണ് ഏലിയാവ്. അതേപോലെ തന്നെ മഴ പെയ്യിക്കുവാൻ താൻ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ച് ദേശത്ത് മഴ പെയ്യിപ്പിച്ച ഒരു പ്രവാചകനാണ്. അതേപോലെ തന്നെ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി യാഗവസ്തുവിനെ ദഹിപ്പിച്ചവനായ ഒരു വ്യക്തിയാണ് ഏലിയാവ്. പക്ഷെ ഏലിയാവിന്റെ ജീവിതത്തിലെ സംഭവങ്ങളിൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ദൈവത്തിന്റെ സഹായമില്ലാതെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ തനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ അധികം ക്ഷീണിച്ച് അന്നത്തെ രാജാവായ ആഹാബിന്റെ ഭാര്യ ഇസബേലിന്റെ ഭീഷണിക്ക് മുമ്പിൽ തളർന്ന് വാടിപ്പോയതായ ഏലിയാവിനെ ബലപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ദൂതൻ വന്നു. അങ്ങനെ ബലം പ്രാപിച്ചു മാത്രമാണ് ഏലിയാവ് മുമ്പോട്ട് പോയതെന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതേപോലെയാണ് ഏതൊരു വ്യക്തിയും. ആ വ്യക്തിക്ക് തന്നിൽ തന്നെ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ സംസാരമാകട്ടെ, നമ്മുടെ കോപമാകട്ടെ, നമ്മുടെ ഏതു വിധമായ ജഡത്തിലെ വിഷയങ്ങളാകട്ടെ, അതിൽ നിന്നെല്ലാം നമുക്ക് പൂർണ്ണമായും വിടുതൽ പ്രാപിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടിയാണ്. കർത്താവ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞത് കാര്യസ്ഥനെന്ന, നമ്മെ സഹായിക്കുന്നവനെന്ന ഒരു വ്യക്തിത്വമായ ഒരുവനാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. കേവലം വികാരങ്ങളോ വിചാരങ്ങളോ ചിന്തകളോ ഇല്ലാത്തതായ ഒരു സോഴ്സ് അല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഹീസ് എ പേഴ്സൺ, അദ്ദേഹം ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവിനെ കുറിച്ച് അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ അതാണ് ഇന്ന് വായിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. എഫേസ്യ ലേഖനം 4 അധ്യായം അതിന്റെ 30 വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്ര ഇട്ടിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളിലെ ആ വ്യക്തിത്വം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നു. ഇതിനു മുമ്പും പല സന്ദർഭങ്ങളിലും ഞാൻ സംസാരിച്ചിരുന്നു. ഒരു വ്യക്തി താൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് അവനെ സഹായിപ്പാനായി കടന്നു വരുന്ന ദൈവത്തിലെ മൂന്നാമത്തെ ആളത്വമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ രക്ഷയ്ക്ക് ശേഷം പരിശുദ്ധാത്മാവിനെ വിട്ടുപോകുന്നില്ല, മറിച്ച് പരിശുദ്ധാത്മാവ് അവനോടുകൂടി ഇരിക്കുന്നു. അവനോടുകൂടി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ ഒരു വെളിപ്പെടുത്തൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്ര ഇട്ടിരിക്കുന്നത്. വാസ്തവത്തിൽ മുദ്ര ഇട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ആധികാരികത തെളിയിക്കുക, നമ്മുടെ മേലുള്ള ഒരു അധികാരം, നമ്മുടെ മേലുള്ള ഒരു മുദ്ര. നമുക്കറിയാം, സ്കൂളിലൊക്കെ പരീക്ഷ നടക്കുമ്പോൾ, വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണെങ്കിൽ ആ പരീക്ഷ എല്ലാം കഴിഞ്ഞ ശേഷം ആൻസർ ഷീറ്റുകളെല്ലാം ഒരുമിച്ച് പാക്ക് ചെയ്ത് ഒരു സീല് അതിന്മേൽ പതിപ്പിക്കും. ആ സീല് കാണിക്കുന്നത് നിയമപരമായിട്ടുള്ള ഒരു ബൈൻഡിങ് ആണ്.
അതിന്മേൽ ഇനി ആർക്കും ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ ഒരാൾക്കും അതിന്മേൽ അധികാരമില്ല എന്നുള്ളതായ ഒരു പ്രഖ്യാപനമാണ് ഈ സീൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയുള്ള ആശയത്തിൽ ഇവിടെ പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. മുദ്ര വേറെ ഒന്നുമല്ല, പരിശുദ്ധാത്മാവ് തന്നെയാണ് മുദ്ര. രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലിരിക്കുമ്പോൾ അവന് പൂർണ്ണമായ ബോധ്യമായി തീരും, ഞാൻ ആയിരിക്കുന്നത് വീണ്ടെടുപ്പ് നാളിന് വേണ്ടിയാണ്. എനിക്കൊരു വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പിന്റെ ടോക്കനാണ് ദൈവം എനിക്ക് പരിശുദ്ധാത്മാവായി നൽകിയിരിക്കുന്നത്. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ആ വ്യക്തിക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഞാൻ പണ്ടൊക്കെ ചിന്തിച്ചത്, ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളത് അദ്ദേഹം അന്യഭാഷ പറയുമ്പോഴാണ് അറിയുന്നത് എന്നുള്ളതാണ്. പക്ഷെ അത് അഭിഷേകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവങ്കിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള തെളിവ്. എന്ന് മാത്രമല്ല, ആ വ്യക്തിയുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അവനോട് ഇടപെടുന്നത് അവൻ അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് തന്നെ അവന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവിന്റെ മുദ്രയുണ്ട്. ഒരു പാപം നമ്മൾ ചെയ്യുക, ഒരുപക്ഷെ അറിയാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് നമ്മളെ കുറ്റപ്പെടുത്തും. നോക്ക്, നീ ഈ പാപം ചെയ്തു, നിനക്ക് എങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സാധിക്കും? നിന്റെ പാപങ്ങളെ നീ ദൈവത്തോട് ക്ഷമയാചിച്ച് പ്രാർത്ഥനയ്ക്ക് പോകൂ, ആരാധനയ്ക്ക് പോകൂ. അതേസമയം തന്നെ ഒരു വ്യക്തിയുടെ രക്ഷ, ഒരു വ്യക്തി കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചത് ശരിയായ മാർഗത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ പരിശുദ്ധമാവില്ല. ഒരു പ്രാർത്ഥനയ്ക്ക് പോകേണ്ട ആവശ്യകതയൊന്നും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുവാൻ പരിശുദ്ധമ ഉണ്ടാകില്ല. കാരണം രക്ഷ വരെ അദ്ദേഹത്തിൽ വ്യാജമായിരുന്നതുകൊണ്ട്. യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം മുദ്രയായിട്ട് നൽകുക. അത് എന്തിനു വേണ്ടിയാണ്? വീണ്ടെടുപ്പ് നാളിന് വേണ്ടിയാണ്. കർത്താവ് യേശുക്രിസ്തു തന്റെ രണ്ടാമത്തെ വരവിൽ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അന്നുവരെയും ഉള്ള വീണ്ടെടുപ്പ് നാടിനു വേണ്ടി അവൻ മുദ്രയിടപ്പെടുകയാണ്. ഇനി അഥവാ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവ് സംഭവിക്കുന്നില്ല, താൻ ഈ ഭൂമിയിൽ വെച്ച് താൻ മാറ്റപ്പെട്ടു, മരണത്തിലൂടെ മാറ്റപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ പോലും ആ വ്യക്തി മുദ്രയിടപ്പെട്ടിരിക്കുക, അവൻ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലുണ്ട്. വീണ്ടെടുപ്പ് നാളിൽ മരിച്ചവർ അക്ഷരായി ഉയർത്തു നിൽക്കുമ്പോൾ അവനും ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായിത്തീരും. ഇതാണ് ദൈവം നമുക്ക് നൽകിയതായ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. പക്ഷേ വളരെ വ്യക്തമായി ഈ കാര്യം പറഞ്ഞുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, പക്ഷേ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്നത്? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു വ്യക്തമായ ആശയമുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വത്തെക്കുറിച്ച്. ഈ ഭൂമിയിലെ ഒരു വസ്തുക്കളും ദുഃഖിക്കുന്ന വസ്തുക്കളല്ല. ചേതനയില്ലാത്തതായ ഒരു വസ്തുവും ദുഃഖിക്കില്ല. അതേപോലെ തന്നെ ചേതന ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ശക്തികൾ, കാറ്റ്, അഗ്നി, അതുപോലെ ജലം, ഇതൊന്നും ദുഃഖിക്കുന്നതായ വസ്തുക്കളല്ല. പക്ഷേ പരിശുദ്ധാത്മാവ് എന്ന ശക്തി എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുമെങ്കിലും പരിശുദ്ധാത്മാവ് കേവലം ശക്തിയല്ല, അത് വ്യക്തിയായതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നത്, നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തി എന്ന പരിഗണനയിലാണ് യേശുക്രിസ്തു സംസാരിക്കുന്നത്. അവൻ എന്ന് യേശു പരിശുദ്ധാത്മാവിനെ വിളിച്ചു. അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥൻ എന്ന് വിളിച്ചു. ഇതെല്ലാം പറയുമ്പോൾ ഒരു വ്യക്തിത്വം, ഒരു ആളത്വം കൽപ്പിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇത് നമുക്ക് തരുന്നതായ ബോധ്യം വളരെ വലുതാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വീട്ടിൽ മക്കളുണ്ടല്ലോ, അല്ല സ്കൂളുകളിലെ കുട്ടികളും വിദ്യാർത്ഥികളും അധ്യാപകരുമുണ്ട്. എങ്ങനെയാണ് കുട്ടികൾ അധ്യാപകനെ ദുഃഖിപ്പിക്കുന്നത്? എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ തങ്ങളുടെ മാതാപിതാക്കളെ ദുഃഖിപ്പിക്കുന്നത്? മാതാപിതാക്കളോ അധ്യാപകരോ ഒരിക്കലും തങ്ങളെ ഓർത്തല്ല ദുഃഖിക്കുന്നത്, മക്കളെ, ആ വിദ്യാർത്ഥികളെ ഓർത്താണ് ദുഃഖിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവർ അധ്വാനിച്ചതിനൊത്തവണ്ണം അവർ കടന്നു വരാത്തത് കൊണ്ട്, അതേപോലെ തന്നെ അവർക്ക് വരാൻ പോകുന്നതായ ദുരിതത്തെ ഓർത്തുകൊണ്ട്, അവരിൽ ഇപ്പോൾ കാണുന്ന സ്വഭാവങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതായ കാര്യങ്ങളെ ഭാവനയിൽ കണ്ടുകൊണ്ട് അധ്യാപകരും മാതാപിതാക്കളൊക്കെ ദുഃഖിക്കാറുണ്ട്. ഇതേപോലെ തന്നെ പരിശുദ്ധാത്മാവും ദുഃഖിക്കുന്നുണ്ട്. നമ്മൾ ദൈവഹിതമല്ലാത്തതായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ,
ആത്മീയമായ കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ, സഭായോഗത്തിന് പോകാതെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വളരെയധികം ദുഃഖിക്കുന്നു. ഇതൊരു വാണിംഗ് ആയിട്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതിനർത്ഥം നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് ഉടനെ നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകുമോ എന്നുള്ളതല്ല. ഒരു അധ്യാപകനെ ഒരു വിദ്യാർത്ഥി ദുഃഖിപ്പിച്ചാൽ അധ്യാപകൻ ഉടനെ പറയുമോ, ഞാൻ ഇനി ക്ലാസ്സിലേക്ക് വരുന്നില്ലെന്ന് പറയുമോ? ഇല്ല. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മോടുകൂടെ തന്നെയുണ്ട്. കാരണം നമുക്ക് ദൈവം തന്ന വാഗ്ദത്തമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുതെന്നുള്ള വളരെ വ്യക്തമായ സന്ദേശം ഇവിടെ അപ്പോസ്തലൻ പൗലോസ് വചനത്തിലൂടെ നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഒരിക്കലും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതായിരിക്കരുത്. ദൈവവിഷയപരമായി നമ്മൾ ഓരോ ദിവസവും സമ്പന്നമായി തീരണം. ദൈവ വിഷയമല്ലാത്തതായ, ആത്മീയ വർധനവിന് കാരണമല്ലാത്തതായ ഒരു കാര്യത്തിലും നമ്മൾ ഏർപ്പെട്ട് നമ്മുടെ സമയം പാഴാക്കരുത്. നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന, നമുക്ക് വേണ്ടി എപ്പോഴും നമ്മോടൊപ്പം ചെലവഴിക്കുന്നതായ പരിശുദ്ധാത്മാവിനെ നമ്മൾ മാനിക്കണം. അതേ പ്രാർത്ഥനയിലാകട്ടെ, ദൈവവചന വായനയിലാകട്ടെ, മറ്റുള്ളവരോടുള്ള ബന്ധത്തിലാകട്ടെ, സംസാരത്തിലാകട്ടെ, നമ്മുടെ സ്വഭാവ രീതികളിലാകട്ടെ, നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. പുതു മനുഷ്യൻ കരുതിയിരിക്കേണ്ട വളരെ വ്യക്തമായ സന്ദേശമാണിത്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ ശക്തമായ ഒരു സന്ദേശത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നും അവനാലല്ലോ ഞങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിടപ്പെട്ടിരിക്കുന്നതെന്നുള്ള ആ വലിയ സത്യം ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായതിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരിലെല്ലാം തന്നെ ഈ ദൈവപ്രവൃത്തി വ്യാപരിപ്പാൻ നീ സഹായിക്കണമേ. ആരെങ്കിലും ഏതെങ്കിലും പ്രയാസമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നീ അവരെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.